കണ്ണൂരിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെ നടന്ന കരിങ്കൊടി പ്രതിഷേധവും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും കേരള രാഷ്ട്രീയത്തിൽ പുതിയ പോർമുഖം തുറക്കുന്നു. മന്ത്രിയുടെ ചികിത്സ നാടകമാണെന്ന് ആരോപിച്ച KSU രംഗത്തെത്തിയതോടെ ഭരണ പ്രതിപക്ഷ പോര മുറുകുകയാണ്. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മുഹമ്മദ് ഷമ്മാസ് വ്യക്തമാക്കി. ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം ഒരു കാരണവശാലും അവസാനിപ്പിക്കില്ലെന്നാണ് KSU നിലപാട്. ആരോഗ്യമേഖല നേരിടുന്ന അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മന്ത്രി പരാജയമാണെന്ന് ഷമ്മാസ് ആരോപിച്ചു. മന്ത്രിക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും അവർ നടത്തുന്ന ഈ നാടകം അവസാനിപ്പിച്ചാൽ പ്രതിഷേധം തുടരുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മന്ത്രിയുടെ ആശുപത്രിവാസത്തെ പരിഹസിച്ച ഷമ്മാസ് ICUവിൽ കഴിയുന്ന ഒരു രോഗി എങ്ങനെയാണ് പെട്ടെന്ന് ഡിസ്ചാർജ് വാങ്ങി റോഡ് മാർഗം തിരുവനന്തപുരത്തേക്ക് പോകുന്നതെന്ന് ചോദിച്ചു. ഇത് നടന്നതെല്ലാം വെറും നാടകമാണെന്ന ആരോപണത്തിന് വലിയ തെളിവാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിനെ കോമാളിത്തരത്തിന്റെ പുതിയ ഉദാഹരണമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ജനാധിപത്യപരമായ രീതിയിൽ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുക എന്നത് ഒരു രാഷ്ട്രീയ സംഘടനയുടെ അവകാശമാണെന്ന് KSU വാദിക്കുന്നു. എന്നാൽ ഈ പ്രതിഷേധത്തിന്റെ പേരിൽ KSU ജില്ലാ സെക്രട്ടറി ബിദുലിന്റെ വീടിന് നേരെ ബോംബേറുണ്ടായ സാഹചര്യം അതീവ ഗൗരവകരമാണെന്ന് ഷമ്മാസ് പറഞ്ഞു. ഇതൊരു പ്രതീക്ഷിക്കണ്ടല്ലേ ഫ്രണ്ട് ക്യാമറ CPIM തീ കൊണ്ടാണ് തല ചൊറിയുന്നതെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഉത്തരവാദിത്തപ്പെട്ട CPIM നേതാക്കളുടെ അറിവോടെയാണ് ബിദുലിന്റെ വീടിന് നേരെ ആക്രമണം നടന്നതെന്ന് KSU ആരോപിക്കുന്നു. വീടിന്റെ ജനൽ ചില്ലുകൾ തകർക്കപ്പെട്ടു. ഒരു വശത്ത് മന്ത്രിക്ക് പരിക്കേറ്റെന്ന് പറഞ്ഞ് സഹതാപം പിടിച്ചുപറ്റാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയാണെന്ന് അവർ പറയുന്നു. മന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച KSU നേതാക്കളെ വധിക്കുമെന്ന ഭീഷണി പരസ്യമായി ഉയരുന്നുണ്ടെന്നും ഷമ്മാസ് വെളിപ്പെടുത്തി. സോഷ്യൽ മീഡിയയിലൂടെ KSU പ്രവർത്തകർക്കെതിരെ കൊലവിളി നടക്കുകയാണ്. ഇതിന് പിന്നിൽ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ആണെന്നും അദ്ദേഹമാണ് ചോരക്കളിക്ക് ആഹ്വാനം ചെയ്യുന്നതെന്നും KSU ആരോപിച്ചു. ജില്ലയുടെ സമാധാനം സംരക്ഷിക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ ഷമ്മാസ CPIM പ്രകോപനം തുടരുകയാണെങ്കിൽ അതിനെ ശക്തമായി നേരിടുമെന്നും വ്യക്തമാക്കി. സാധാരണക്കാർക്ക് KSU ബെഡ് കിട്ടാതെ രോഗികൾ വലയുന്ന കാലത്താണ് ഒരു പോറല് പോലും ഏൽക്കാത്ത മന്ത്രി ICUവിൽ സുഖവാസം നടത്തുന്നതെന്ന് അദ്ദേഹം പരിഹസിച്ചു. ICU പ്രോട്ടോകോൾ പൂർണ്ണമായും ലംഘിച്ചാണ് മന്ത്രി പ്രവർത്തിച്ചതെന്ന് ഷമ്മാസ് ആരോപിക്കുന്നു. ICUവിലെ ജീവൻ രക്ഷാ ഉപകരണങ്ങളൊന്നും ഘടിപ്പിക്കാതെയാണ് മന്ത്രി കിടന്നത്. കൂടാതെ ICUവിനുള്ളിൽ വെച്ച നഴ്സുമാർക്കൊപ്പം ഫോട്ടോ എടുത്തത് ചട്ടവിരുദ്ധമാണ്. ഇത് ജനങ്ങളെ പരിഹസിക്കലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരോഗ്യമന്ത്രി പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജായി കണ്ണൂർ വിടുന്നതിന് തൊട്ടു മുൻപാണ് ബിദുലിന്റെ വീടിന് നേരെ ആക്രമണം നടന്നത്. ഇത് ആസൂത്രിതമാണെന്ന് KSU വിശ്വസിക്കുന്നു. പ്രതിഷേധിച്ചവരെ കായികമായി നേരിടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ അത് അനുവദിക്കില്ലെന്ന് സംഘടന വ്യക്തമാക്കി. നിലവിൽ മന്ത്രി ആക്രമിച്ചെന്ന കേസിൽ KSU ജില്ലാ സെക്രട്ടറി ബിദുൽ ഉൾപ്പെടെയുള്ള 5 പേർ റിമാൻഡിലാണ്. ബിദുലിന് പുറമെ MC അതുൽ, CH മുബാസ, മുഹമ്മദ് യാസിൻ, അക്ഷയ് മാട്ടുൽ എന്നിവരാണ് ജയിലിലുള്ളത്. ഇവർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയതിനെതിരെയും പ്രതിഷേധം ശക്തമാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടന്ന പ്രതിഷേധത്തിനിടെ മന്ത്രിക്കുണ്ടായ പരിക്കുകൾ വ്യാജമാണെന്നാണ് KSU നേതാക്കളുടെ വാദം. മന്ത്രിയുടെ കഴുത്തിനും കൈക്കും പരിക്കേറ്റെന്ന മെഡിക്കൽ റിപ്പോർട്ട് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് അവർ സംശയിക്കുന്നു. എന്നാൽ ഇത് ആശുപത്രി അധികൃതർ നിഷേധിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ പരുക്കുമായി ബന്ധപ്പെട്ട് നഴ്സ് PC സ്മിത പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റും KSU തള്ളിക്കളഞ്ഞു. നഴ്സുമാരെ ഉപയോഗിച്ച വൈകാരികമായ പ്രതികരണങ്ങൾ സൃഷ്ടിച്ച രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാണ് മന്ത്രിയുടെ ശ്രമമെന്ന് ഷമ്മാസ് ആരോപിച്ചു. ഖാനൂല ഊരി മാറ്റിയെന്ന വിശദീകരണം ആരെയും വിശ്വസിപ്പിക്കാൻ കൊള്ളില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ആരോഗ്യവകുപ്പ് നാഥനില കളരിയായി മാറിയിരിക്കുകയാണെന്ന്
KSU കുറ്റപ്പെടുത്തുന്നു. ഈ വീഴ്ചകൾ മറച്ചുവെക്കാനാണ് മന്ത്രി ഇത്തരമൊരു പരിക്കേറ്റ നാടകം ആസൂത്രണം ചെയ്തതെന്ന് അവർ ആവർത്തിക്കുന്നു. ഭരണകൂട ഭീകരത ഉപയോഗിച്ച പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ കഴിയില്ലെന്നും നേതാക്കൾ പറഞ്ഞു. മന്ത്രി കണ്ണൂർ വിട്ടെങ്കിലും വിവാദം അവസാനിക്കുന്നില്ല. തിരുവനന്തപുരത്തേക്ക് റോഡ് മാർഗം യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരാൾക്ക് എന്തിനാണ് ICU ചികിത്സ നൽകിയതെന്ന ചോദ്യം സോഷ്യൽ മീഡിയയിലും ചർച്ചയാകുന്നുണ്ട്. മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരമാണ് ഡിസ്ചാർജ് ചെയ്തതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. CPM ജില്ലാ നേതൃത്വവും KSUവും തമ്മിലുള്ള വാക്പോര് കണ്ണൂരിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. KSU പ്രവർത്തകരുടെ വീടുകൾക്ക് സംരക്ഷണം നൽകണമെന്നും അക്രമികളെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട കോൺഗ്രസ് നേതൃത്വവും രംഗത്തെത്തിയിട്ടുണ്ട്. ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ ആക്രമിച്ച് നേരിടുന്നത് CPMന്റെ സ്ഥിരം ശൈലിയാണെന്ന് ഷമ്മാസ് പറഞ്ഞു. മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചാൽ വധശ്രമത്തിന് കേസെടുക്കുന്നത് വിചിത്രമാണ്. ഇത് പോലീസിനെ ദുരുപയോഗം ചെയ്യുന്നതിന്റെ തെളിവാണെന്നും അദ്ദേഹം ആരോപിച്ചു. വരും ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് KSU തീരുമാനം. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിട്ടുള്ള പ്രക്ഷോഭം ശക്തമാക്കും. ജയിലിലായ പ്രവർത്തകർക്ക് നിയമസഹായം നൽകുമെന്നും KSU അറിയിച്ചു. മന്ത്രി വീണ ജോർജിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും അവർ തിരുവനന്തപുരത്ത് വിശ്രമത്തിലാണെന്നുമാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. എന്നാൽ രാഷ്ട്രീയമായി ഈ വിഷയം വരും ദിവസങ്ങളിൽ സഭയ്ക്കകത്തും പുറത്തും വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിടുമെന്ന് ഉറപ്പാണ്. ആരോഗ്യ മേഖലയിലെ അഴിമതിക്കും കെട്ടുകാര്യസ്ഥതയ്ക്കും ജനമധ്യത്തിൽ എത്തിക്കാനാണ് തങ്ങളുടെ ശ്രമമെന്ന് മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു. മന്ത്രിയുടെ ആരോഗ്യവും മണ്ഡലത്തിലെ വികസനവും തമ്മിൽ ബന്ധമില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു.